ഷാഹുൽ ഹമീദ് ബാഖവി പണ്ടൊരിക്കൽ മഹാനവർകളെ കോഴിക്കോട്ട് വന്ന് കാണുകയാണ്. കുട്ടിയുടെ പേരെന്താണ്? ഷാഹുൽ ഹമീദ്. നാടെവിടെയാണ്? പട്ടിക്കാട്. പട്ടിക്കാട് എന്ന് പേര് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞു, നിങ്ങളെ ഞാൻ ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പലാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് ബാഖവി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, CM വലിയുല്ലാഹിനെ വല്ലാതെ സ്നേഹിച്ച ആളാണ്. ജീവിതകാലത്ത് മഹബത്ത് വെച്ച് പിന്നാലെ നടന്നതാണ്. വഫാത്തിന് ശേഷം പുസ്തകമെഴുതി മലയാളത്തിൽ, പുസ്തകമെഴുതി ഉറുദുവിൽ. ഒരു മലയാളി ഉറുദുവിൽ എഴുതിയ പുസ്തകം ഉറുദു ലോകത്ത് വല്ലാത്ത അംഗീകാരം നേടി. ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വഫാത്തായി പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും ക്ഷേമവും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. പട്ടിക്കാടിന്റെ ഒരു ഭാഗമാണ് ശാന്തപുരം. ശാന്തപുരം എന്ന പേര് ശൈഖുനാക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പട്ടിക്കാട് എന്ന് പേര് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞു, നിങ്ങളെ ഞാൻ ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പലാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഷാഹുൽ ഹമീദിനോട് ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വാക്ക്, നിങ്ങളെ ഞാൻ ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പലാക്കിയിരിക്കുന്നുവെന്ന് CM വലിയുള്ളാന്റെ വാക്ക് എങ്ങനെ പുലരും? ശംസുൽ ഉലമയായിരുന്നു പട്ടിക്കാട്ട പ്രിൻസിപ്പാൾ. പിന്നീട് കോട്ടുമല ഉസ്താദായി പ്രിൻസിപ്പാൾ. അവിടുത്തെ വഫാത്തിന് ശേഷം KK ഹസ്രത്തായി പ്രിൻസിപ്പാൾ. ആ വകയിലും തലമുറയിലും ഒന്നും പെടാത്ത ഒരാൾ ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പലാകുന്നതെങ്ങനെ? CM വലിയുള്ളയാണ് ഷാഹുൽ ഹമീദ് എന്ന മനുഷ്യനെ ബാഖവിയായി വന്നപ്പോൾ മർക്കസിലേക്ക് ഉസ്താദായി, അവിടെ കുട്ടികൾക്ക് അധ്യാപകനായി നിർദ്ദേശിച്ചത്. CM വലിയുള്ളയാണ് കാന്തപുര ഉസ്താദിനോടൊപ്പം ദീനീ പ്രവർത്തന രംഗത്ത് കൂടാൻ നിർദ്ദേശിച്ചത്. ആ വഴികളിലൊക്കെ പല വഴികളിലൂടെയും ഷാഹുൽ ഹമീദ് ബാഖവി ഉസ്താദ് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ 10,000-ങ്ങൾക്ക് വെളിച്ചം നൽകാൻ അദ്ദേഹത്തിന് സാധ്യമായി. അവിടെ അദ്ദേഹം ഒരു സ്ഥാപനം പടുത്തപ്പോൾ ആ സ്ഥാപനം ജാമിഅ നൂരിയ, തദ്ദേശീയര് തന്നെ നിർദ്ദേശിച്ച പേര്, മൂപ്പര് തന്നെ ആ സ്ഥാപനത്തിന്റെ ചുമതലക്കാരനായി. എല്ലാം സംഭവിച്ചപ്പോഴാണ് ഓർക്കണത്, പടച്ച തമ്പുരാനെ, 10-40 കൊല്ലം മുമ്പ് മഹാനവർകൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ പുലരുകയാണ്. ആ വാക്കുകളുടെ പുലർച്ചയും സാക്ഷാത്കാരവുമാണ് ഈ കണ്ടതെങ്കിൽ നമ്മൾക്ക് എന്തറിയാം? അതിനുവേണ്ടി എത്തേണ്ടടുത്ത് എത്തണം, ചെയ്യേണ്ട സമയവും സന്ദർഭവും ആകണം. അങ്ങനെ വരുമ്പോഴാണ് ആ വിഷയം ചുരുൾ നിവരുന്നത്. നേരത്തെ തന്നെ നമ്മൾ അവിടെ പല്ലിളിച്ച് കാണിച്ചാലോ, പരിഹസിച്ച് നമ്മൾ അതിനെ വില കുറച്ചു കണ്ടാലോ നമുക്ക് പോയി എന്നല്ലാതെ മറ്റെന്തു പറയാൻ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ